ഇങ്ങോട്ട് കുടുംബബന്ധം മുറിക്കുന്ന ആളുകളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം? അങ്ങനെയുള്ളവരോട് അങ്ങോട്ടും കുടുംബബന്ധം മുറിക്കുന്നതിനോ അവരുമായി സഹകരിക്കാതിരിക്കുന്നതിനോ കുറ്റമുണ്ടോ? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണിത്. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് പ്രത്യുപകാരം ചെയ്യലല്ല, അല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ തിരിച്ച് അങ്ങോട്ടും. ഇങ്ങോട്ട് അവർ സഹകരിച്ചാൽ അങ്ങോട്ടും സഹകരിക്കും, ഇല്ലെങ്കിൽ അങ്ങോട്ട് സഹകരിക്കൂല. ഇങ്ങോട്ട് അവർ സൽക്കാരത്തിന് വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും വിളിക്കും, എന്നാൽ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളും വിളിക്കൂല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ രോഗിയായപ്പോൾ അവർ വന്നില്ല, അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒരാൾ രോഗിയായാൽ ഞങ്ങളും പോവില്ല. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഞങ്ങളെ സഹായിച്ചില്ല, അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളും അവരെ സഹായിക്കൂല. അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല, അതുകൊണ്ട് ഞങ്ങളും അങ്ങോട്ട് പോവുകയില്ല. അവർ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങളും അവരെക്കുറിച്ച് അന്വേഷിക്കുകയില്ല. എന്നിങ്ങനെ ഇങ്ങോട്ട് ചെയ്താൽ മാത്രം അങ്ങോട്ട് ചെയ്യുക എന്നതിന് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുകയില്ല. അങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നവൻ ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും ചെയ്യാം എന്ന നിബന്ധനയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ കുടുംബബന്ധം ചേർക്കുന്നവരല്ല. അതാണ് ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിൽ അല്ലദി ഇദാ ഖതഅത റഹിമുഹു വസലഹ. മറിച്ച് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ അവർ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുന്നവനാണ്. അപ്പോൾ വളരെ കൃത്യമാണ്. നമ്മുടെ കുടുംബക്കാർ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും നാം അങ്ങോട്ട് ബന്ധം ചേർക്കണം. കാരണം കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നമ്മുടെ വിഷയമല്ല, മറിച്ച് നമ്മോട് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പലരും പറയുന്നൊരു പ്രശ്നമാണിത്. ഇതേ പ്രശ്നം നബിയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നലി ഖറാബത്തൻ, എനിക്കൊരു കുടുംബക്കാരനുണ്ട് അല്ലെങ്കിൽ കുടുംബക്കാരുണ്ട്. അസിലുഹും വയഖ്തഊനി വഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലയ്യ. ഞാൻ അവരോട് ബന്ധം ചേർക്കും, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കും. ഞാൻ അവരോട് നല്ല നിലക്ക് പെരുമാറും, അവർ എന്നോട് മോശം നിലക്ക് പെരുമാറും. അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ക്ഷമ അവലംബിക്കും, പക്ഷേ അവർ പലപ്പോഴും എന്നോട് ക്ഷമകേട് കാണിക്കുകയും എന്നോട് ജഹാലത്ത് വിഡ്ഢിത്തം പ്രവർത്തിക്കുകയും ളുൽമ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എത്ര നന്നായി അങ്ങോട്ട് പെരുമാറിയാലും ഇങ്ങോട്ട് മോശം രൂപത്തിൽ പെരുമാറുന്ന കുടുംബക്കാരുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇനി അവരുമായിട്ട് ബന്ധം ചേർക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞ രൂപത്തിലാണ് നിൻ്റെ കാര്യമെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, അവരെ നീ ചുടുവെണ്ണീർ തീറ്റിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവർക്ക് വ്യക്തമായ ശിക്ഷ അതിൻ്റെ പേരിൽ ഉണ്ടാകും. അവർക്ക് ശിക്ഷയുണ്ടാകും, നിനക്ക് ശിക്ഷയല്ല, മറിച്ച് ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെ നിഅമത്തുണ്ടാകും. എന്താണത്? വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, അവർക്കെതിരിൽ അള്ളാഹു തീർച്ചയായും നിനക്ക് ഒരു സഹായിയെ നൽകുന്നതാണ്. ആ സഹായി നിൻ്റെ കൂടെ ഉണ്ടാകും. അത് മലക്കുകളിൽ നിന്നുള്ള സഹായിയാണ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നു. മാ ദുംത അലാ ദാലിക്, നീ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സഹായി എപ്പോഴും നിനക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു സഹായം റബ്ബിൽ നിന്നുണ്ടാകും, മലക്കുകളുടെ പിൻബലമുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുവാനും നമുക്ക് ധാരാളം നിഅമത്തുകൾ ലഭിക്കുവാനും കുടുംബബന്ധം മുറിക്കുന്നവരിൽ നാം ഉൾപ്പെടാതിരിക്കുവാനും നമ്മോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും നാം നന്നായി പെരുമാറണം. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു
വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുക, എങ്കിൽ നിങ്ങൾക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത് അവർ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രങ്ങളായി മാറും. ക്ഷമാലുക്കൾക്കല്ലാതെ അങ്ങനെ സാധിക്കുകയില്ല, വലിയ ഭാഗ്യം സിദ്ധിച്ചവർക്കല്ലാതെയും അത് സാധിക്കുകയില്ല. അപ്പോൾ ക്ഷമാലുക്കളായ ഭാഗ്യം ലഭിച്ച ആളുകളുടെ സ്വഭാവമാണ് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും അങ്ങോട്ട് നന്നായി പെരുമാറുക. അതിലൂടെ വ്യക്തിബന്ധങ്ങൾ നന്നായിത്തീരും, ശത്രുതയില്ലാതെയാകും, സാഹോദര്യവും സ്നേഹവും ഐക്യവുമെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിൻ്റെ ഫളായിലുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും ശരി, നാം അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ. നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, വബിദിൽ ഖുർബ കുടുംബ ബന്ധമുള്ളവർക്കും. അപ്പോൾ അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തിൻ്റെ കൂടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയപ്പെട്ടത് കുടുംബ ബന്ധം ചേർക്കുക, അവരോട് ഏറ്റവും നന്നായി വർത്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു ഔ യുൻസഅ ലഹു ഫി അഥരിഹി ഫലിയസിൽ റഹിമഹു. റിസ്ഖിൽ ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനും ആയുസ്സിൽ വർധനവുണ്ടാകുവാനും ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ റിസ്ഖിൽ ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും, ആയുസ്സിൽ ഹയാത്തിൽ ബറക്കത്ത് നൽകും നാം കുടുംബബന്ധം ചേർക്കുന്നവരാണെങ്കിൽ. ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയസിൽ റഹിമഹു. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം മുറിക്കപ്പെടുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ കുടുംബബന്ധത്തോട് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഹത്താ ഇദാ ഫറഗ മിൻ ഖൽഖിഹി ഖാലത്തിർ റഹിമു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചു, കുടുംബബന്ധവും ഒരു സൃഷ്ടിയാണ്. ആ സമയത്ത് കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതിഅ, മുറിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് കുടുംബബന്ധം പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധത്തോട് പറഞ്ഞത്, അമാ തർദീന അൻ അസ്ല മൻ വസലകി വ അഖ്തഅ മൻ ഖതഅകി. നിന്നെ മുറിക്കുന്നവരോട് ഞാൻ ബന്ധം മുറിക്കും, നിന്നെ ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർക്കും. അതിൽ നീ തൃപ്തിപ്പെടുന്നുണ്ടോ? കുടുംബബന്ധം പറഞ്ഞു അതേ എന്ന്. അപ്പോൾ ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത് അവരോടാണ് അള്ളാഹു ബന്ധം ചേർക്കുന്നത്. കുടുംബബന്ധം മുറിക്കുന്നവരോട് അള്ളാഹു ബന്ധം മുറിക്കും. അപ്പോൾ മറ്റുള്ളവർ നമ്മോട് ബന്ധം മുറിച്ചാൽ അള്ളാഹു അവരോടുള്ള ബന്ധം മുറിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ അവരോടുള്ള ബന്ധം മുറിച്ചാലോ അള്ളാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ച് കളയും. എന്തിനാണ് നാം അതിന് മെനക്കെടുന്നത്? അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മോട് ബന്ധം മുറിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങോട്ട് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്, അങ്ങോട്ട് നമ്മൾ നല്ല നിലക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തമാണ്, വലിയ അപകടമുള്ള കാര്യവുമാണ്. മാത്രമല്ല, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബീ ബക്ര റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലി സാഹിബിഹിൽ ഉഖൂബത ഫി ദുനിയ മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി വ ഖതിഅത്തിർ റഹിം. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ഏറ്റവും വേഗത്തിൽ ശിക്ഷ നൽകുന്ന കാര്യം, പരലോകത്ത് നൽകുന്ന ശിക്ഷയ്ക്ക് പുറമെ ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ ശിക്ഷിക്കുന്ന കാര്യം, ഒന്ന് അതിക്രമവും മറ്റൊന്ന് വ ഖതിഅത്തിർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്. കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നൽകുന്നതാണ്. അത് ഏത് നിലക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതിൽ, അതല്ലെങ്കിൽ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന വിഷയങ്ങളിലുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് കാരണമായിരിക്കാം അത്തരം ശിക്ഷകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, കുടുംബബന്ധം അള്ളാഹുവിൻ്റെ അർശുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. തഖൂലു, എന്നിട്ട് അതിന് ചുറ്റിലും നിന്നുകൊണ്ട് കുടുംബബന്ധം പറയുന്നത് എന്താണ്? മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നോട് ബന്ധം മുറിക്കുന്നവരോട് അള്ളാഹു ബന്ധം മുറിക്കുന്നതാണ്, എന്നോട് ബന്ധം ചേർക്കുന്നവരോട് അള്ളാഹു ബന്ധം ചേർക്കുന്നതാണ് എന്ന് കുടുംബബന്ധം അർശിന് ചുറ്റിലും നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണത്.
മാത്രമല്ല നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കുടുംബത്തോട് നല്ല നിലക്ക് വർത്തിക്കുന്നവരായിരിക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു, ഇന്ന അഅമാല ബനി ആദമ തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ച ദിവസവും ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹിമിൻ. കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. നോക്കൂ, കുടുംബബന്ധം മുറിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അതവിടെ തടഞ്ഞു വെക്കും. അവർ നന്നാകുന്നത് വരെ ആ അമൽ അള്ളാഹു മാറ്റിവെക്കുന്നതാണ്. അവർ നന്നായാലേ ആ അമൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഇഹത്തിലും പരത്തിലും അതിന് ധാരാളം നന്മകളുണ്ട്. ഒരിക്കലും നമ്മളോട് ബന്ധം മുറിച്ചു എന്നതിൻ്റെ പേരിൽ ആരോടും നമ്മൾ ബന്ധം മുറിക്കാൻ നിൽക്കേണ്ടതില്ല. ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.